കേരളത്തിനെതിരെ UDF-ഉം കോൺഗ്രസും നടത്തുന്ന നുണപ്രചാരണങ്ങൾ ശശി തരൂരിന്റെ ലേഖനത്തിലൂടെ പൊളിഞ്ഞുപോയി എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയാണ്. നാടിന്റെ മുന്നേറ്റം അംഗീകരിക്കാൻ കോൺഗ്രസും UDF-ഉം തയ്യാറാകുന്നില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. കേരളം നിക്ഷേപ സൗഹൃദമല്ല എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് സതീശന് കഴിയുന്നത് എങ്ങനെയാണ്? നാടിന്റെ മേന്മ അംഗീകരിക്കാതെ നാടിനോട് ശത്രുതാ സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ഒന്നിൽ നിന്നും പാഠം പഠിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നും രാജ്യത്ത് BJPയുടെ ഐശ്വര്യമായി കോൺഗ്രസ് മാറിയെന്നും പിണറായി വിജയൻ എടുത്തു പറയുന്നുണ്ട്. പയ്യന്നൂർ പൂത്തൂരിൽ പേരളം നോർത്ത് ലോക്കൽ കമ്മിറ്റിക്കായി നിർവഹിച്ച പുന്നക്കാടൻ കുഞ്ഞമ്പു സ്മാരക മന്ദിരം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. AKG ഹാൾ ഉദ്ഘാടനം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജനും ഫോട്ടോ അനാച്ഛാദനം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P സന്തോഷും നിർവഹിക്കുകയായിരുന്നു. അതേസമയം കോൺഗ്രസ് BJPയുടെ ഐശ്വര്യമായി മാറുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിക്കുകയാണ്. കോൺഗ്രസ് BJPക്ക് സഹായമാകുന്ന നിലപാടുകളാണ് എടുക്കുന്നതെന്നും കോൺഗ്രസ് സങ്കുചിത നിലപാടുകൾ തുടരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. LDF-നെ ശത്രുതയോടെ കണ്ടോളൂവെന്നും പക്ഷെ നാടിനെ ശത്രുതയോടെ കാണരുത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ്. നാടിന്റെ മുന്നേറ്റത്തിൽ ഒപ്പം നിൽക്കാൻ UDF-ഉം കോൺഗ്രസും തയ്യാറാകുന്നില്ല എന്നും പകരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും അതിനെതിരെയുള്ള ജാഗ്രത മുന്നോട്ട് കൊണ്ടുപോകണമെന്നും മുഖ്യമന്ത്രി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വളരുകയാണെന്ന് ശശി തരൂർ പറയുന്നതിൽ തെറ്റില്ല എന്ന് കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ വ്യക്തമാക്കിയ കാര്യമാണ്. ഇതിന്റെ ഭാഗമായി നിൽക്കുന്നവരിൽ പലരും സുഹൃത്തുക്കളാണ്. അവർക്ക് നല്ല കഴിവുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. സർക്കാരിന്റെ സഹായത്തോടെയും ഇല്ലാതെയും അവർ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ശബരിനാഥൻ വ്യക്തമാക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അദ്ദേഹം ഇത് പറയുന്നത്. എന്നാൽ തരൂരിന്റെ ലേഖനത്തിൽ സർക്കാർ പുറത്തുവിട്ട ചില ചെറിയ പിക്ഡ് മാനദണ്ഡങ്ങൾക്കപ്പുറം സ്റ്റാർട്ടപ്പുകളെ വിലയിരുത്താനുള്ള മറ്റു ചില കണക്കുകൾ കൂടി അദ്ദേഹം പരാമർശിച്ചതിൽ പൂർണ്ണത ലഭിക്കുമായിരുന്നുവെന്നും ശബരിനാഥൻ പറയുന്നുണ്ട്. കേരളത്തിന്റെ വളർച്ചയ്ക്കായി ഒരുമിച്ച് നിൽക്കാം, പക്ഷെ റോമ നഗരം ഒരു ദിവസം കൊണ്ട് വളർന്നതല്ല എന്നുകൂടി അദ്ദേഹം കുറിച്ചിട്ടുണ്ടായിരുന്നു.